സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്നതിനപ്പുറം തലസ്ഥാന ജില്ലയ്ക്ക് ഒരുപാട് മറ്റു പ്രത്യേകതകളുണ്ട്. അവിടേക്ക് ജില്ലാ കളക്ടറായും അസിസ്റ്റന്റ് കളക്ടറായും സബ് കളക്ടറായും 3 വനിതകൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്ന അപൂർവമായ ഒരു നേട്ടം കൂടി തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിന് വന്നിരിക്കുകയാണ്. എന്തായാലും 3 പേരും അവരുടെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഹരിയാന സ്വദേശിനിയായ അനുകുമാരിയാണ് തിരുവനന്തപുരത്തിന്റെ പുതിയ ജില്ലാ കളക്ടർ. എങ്ങനെയാണ് ഈ ഒരു ഉത്തരവാദിത്തത്തെ നോക്കിക്കാണുന്നത് ഒരു വനിത എന്ന നിലയിൽ? എനിക്ക് ഇവിടെ ഇപ്പോൾ ചാർജ് എടുക്കുന്നതിൽ വളരെ സന്തോഷവുമുണ്ട്. കൂടാതെ ഒരു ഉത്തരവാദിത്ത ബോധം എനിക്ക് തോന്നുന്നു. പിന്നീട് നിങ്ങൾ വനിത എന്നെ പറ്റിയിട്ട് പറഞ്ഞപ്പം എനിക്ക് വളരെ abhimanamund. I feel very happy and I feel very proud that both my sub-collector as well as assistant collector are women. അവർ ഓൾറെഡി അവരുടെ നിലയിൽ മികച്ച രീതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനും ഇപ്പോൾ ജില്ലാ കളക്ടർ നിലയിൽ മികച്ച രീതിയായി പ്രവർത്തിക്കാൻ ഞാൻ അത് ഉദ്ദേശിക്കുന്നു. ഐ വോണ്ട് ടു മേക്ക് എഫേർട്സ് ഫോർ ദാറ്റ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്തിൽ എപ്പോഴും വനിതകൾ ഒരുപാട് മികച്ച രീതിയായ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കേരളം മാത്രമാണ് ഒരു സംസ്ഥാനം വേർ women's sex ratio is more favorable as compared to men. കുറച്ച് സമയം മുമ്പ് നമുക്കൊരു സ്ഥിതിയായിരുന്നു. നമ്മുടെ 14 ജില്ലകളിൽ നിന്ന് ഏകദേശം 8-9 ജില്ലകളിൽ വനിതാ കളക്ടർമാരുണ്ടായിരുന്നു. സോ മെജോറിറ്റി വാസ് വിമൻ ഓൺലി. സോ ഇതൊരു സർപ്രൈസ് അല്ല. നമുക്ക് ഒരുപാട് കോമ്പിറ്റന്റ് ആയ വനിതാ ഓഫീസർമാർ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അപ്പം അത് കഴിഞ്ഞ ഇടയ്ക്ക് ചില വിവാദങ്ങളിലേക്കൊക്കെ നയിച്ചതും അതാണ്. ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം. അവിടെ ഏത് തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതൊരു വലിയ അൺഫോർച്ചുനേറ്റ് സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളതാണ്, എന്റെ ഭാഗത്തുള്ള എല്ലാ നടപടികൾ നമ്മൾ ഫുള്ളി സിൻസിയർ ആയിട്ട് നമ്മൾ എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചാർജ് എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരാൻ എനിക്ക് കുറച്ച് സമയം എടുക്കും. അതിനുശേഷം നമ്മുടെ ഭാഗത്തുള്ള എല്ലാ ശ്രമങ്ങൾ നമ്മൾ നല്ല രീതിയായിട്ട് നടത്താം എന്ന് ഞാൻ. ഇത് അസിസ്റ്റന്റ് കളക്ടർ അശ്വതി സാക്ഷി മോഹൻ. Okay, Sakshi, you belongs to which place? I am from Lucknow, Uttar Pradesh. Lucknow. How is Kerala? Kerala is good. Like, I'm really enjoying this place, and it's a very beautiful place, as it's known as God's own country. And so I am here the assistant collector under training. So it is a great opportunity to learn from 2 great women officers. It's a different thing. There are 3 women in a key post for the development of this district. How you look at this? So in the government, everyone is talking about women empowerment. So this is a live example of it, and it's a great opportunity for me working with both Ashwati ma'am and Anu ma'am. ജില്ലാ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ചുമതലയും അതോടൊപ്പം സബ് കളക്ടറുടെ ചുമതലയും ഉള്ളത് ഡോക്ടർ സാക്ഷി അശ്വതി ശ്രീനിവാസാണ്. ഓക്കെ, അശ്വതി ബിലോങ്സ് ടു കോട്ടയം. എങ്ങനെയാണ് അത് ജെറോമിക് ജോർജിനൊപ്പം വർക്ക് ചെയ്തു, ഇപ്പോൾ അനു മേഡത്തിനൊപ്പം എങ്ങനെ നോക്കിക്കാണുന്നു ഈ അവസരത്തെ? അനു മാഡത്തിനൊപ്പം ഞാൻ മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ട്. മാഡം ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ആയിരുന്നപ്പോഴാണ് ഞാൻ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തത്. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ചാൻസ് അണ്ടർ മാഡം. സോ ലുക്ക്, അന്ന് തന്നെ അത് മുന്നേ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പഠിക്കാൻ പറ്റി. എന്റെ ഇനീഷ്യൽ സബ് കളക്ടർഷിപ്പ് ഡേയ്സിൽ മാഡമാണ് എന്നെ ഒരുപാട് ഗൈഡ് ചെയ്തത്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ സെയിം ഇൻ ദിസ് ടിൻറ്റ് ഓൾസോ. ഒരാള് ലക്നൌവിൽ നിന്ന് മറ്റൊരാൾ ഹരിയാനയിൽ നിന്ന്, അപ്പൊ ഇവരെ വഴികാട്ടാൻ മലയാളിയായിട്ട് നിങ്ങൾ മുമ്പിൽ കാണും. ഡെഫിനറ്റ്ലി അവരെന്നെയും വഴികാട്ടും, ഞാൻ അവരെയും വഴികാട്ടുന്നതായിരിക്കും. അപ്പം എല്ലാ ആശംസകളും, നല്ല ഭരണം കാഴ്ചവെക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.